നല്ലവണ്ണം പശ്ചാത്തപിച്ചുകൊണ്ട് എന്നോടൊത്ത് ഈ ഗാനം ആലപിക്കുക. ആലപിച്ചിട്ട് ഇത് ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ്. ഭക്തിയോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ്. എളിമയോട് ആ തിരുക്കുരിശിലേക്ക് കരവൊന്ന് നീട്ടാൻ, കരവൊന്ന് യാചിക്കുക. നയനമോടെ കർത്താവേ നീ എന്നെ നോക്കരുതേ, ക്രോധമേറും മുഖഭാവമോടെ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ, കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ. നയനമോടെ കർത്താവേ നീ എന്നെ നോക്കരുതേ, ക്രോധമേറും മുഖഭാവമോടെ കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ, കർത്താവേ നീ എന്നെ ശാസിക്കല്ലേ. ഒരു മിനിറ്റ് നമ്മുടെ പാപങ്ങളെല്ലാം മനസ്സിലോർത്തുകൊണ്ട് കുടുംബത്തെ ഞാൻ അതിൻ്റെ അന്തസ്സിനെ നശിപ്പിച്ചവരാണ്. ഒരു സ്ഥാപനമാണെങ്കിലും അത് തന്നെയാണ്. എൻ്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ കാണിച്ചിട്ടുണ്ട്. വീട്ടിൽ ഭാര്യയുമായിട്ട് പിണങ്ങി ഞാൻ എൻ്റെ സഹപാഠികളുമായിട്ടും അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ട് ഞാൻ പിണങ്ങിയിട്ടുണ്ട്. അതിനാൽ എന്റെ ഈ ലോകത്തിലെ ഒരു അടിസ്ഥാനം കിടക്കുന്നത് കുടുംബമാണ്. ആ കുടുംബത്തില് നേരെ ചൊവ്വേ എനിക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ കാര്യാലയത്തിലും എന്റെ മറ്റു പ്രവർത്തന മേഖലകളിലും എനിക്ക് തെറ്റുകൾ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒത്തിരി തെറ്റുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്ന് മാപ്പ് ചോദിക്കുക, മാപ്പിരക്ക്. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകണമേ എന്ന് 10 പ്രാവശ്യം പറ. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകണമേ. യേശുവേ, നിന്റെ ദിവ്യ തിരുരക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകണമേ. എന്റെ കുടുംബത്തെ കഴുകണമേ. കർത്താവേ, കുടുംബത്തില് ചോര ചൊരിഞ്ഞ നിമിഷമുണ്ട്. യേശുവേ, കുടുംബത്തില് ആത്മഹത്യാ ശ്രമം നടത്തിയ നിമിഷമുണ്ട്. യേശുവേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ പിതാവിനെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട്, എന്റെ മാതാവിനെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട്, അശ്ലീല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാതൃത്വത്തെ നശിപ്പിച്ചവനാണ്, പിതൃത്വത്തെ നശിപ്പിച്ചവനാണ്. കുടുംബത്തിൽ ആദരിക്കേണ്ടവരെ ഞാൻ ആദരിച്ചിട്ടില്ല. കുടുംബം തകർന്നു പോയി കർത്താവേ. കാരണം എന്റെ അഹങ്കാരവും കോപവും ഒക്കെ തന്നെയാണ്. ആരെയും വകവയ്ക്കാത്ത എന്റെ ജീവിതം തന്നെയാണ്. എന്നോട് പൊറുക്കണമേ കർത്താവേ. അങ്ങനെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നന്ദി കർത്താവേ, നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നിമിർന്നു നിൽക്കുക. ഒത്തിരി ബന്ധനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മള് യേശുവിന്റെ തിരുക്കുരിശിലേക്ക് നാം ധൂപാർച്ചന ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുകയാണ്. എന്റെ കുടുംബത്തിൽ വന്നുപോയിട്ടുള്ള തഴക്കദോഷങ്ങള്, മദ്യപാന ശീലങ്ങള്, വകവയ്ക്കാത്ത ചിന്തകള്, ആരെയും വകവയ്ക്കാത്ത അനുഭവങ്ങള് ആരുണ്ട് എന്നോട് ചോദിക്കാൻ എന്ന് പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഞാൻ പാപം ചെയ്തു, ആരുണ്ട് ചോദിക്കാൻ? അത്രയ്ക്ക് അഹങ്കാരികളായി മാറിയ നമ്മളുണ്ട്. അത്രയ്ക്ക് അഹങ്കാരം. എന്നോട് പെറുക്കണമേ 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 എന്ന് വളരെ വ്യക്തമായിട്ട് പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളിൽ അത് പറയുന്ന അനുഭവമുണ്ട്. അത് സൂക്ഷിക്കുക. യേശുവേ സ്തോത്രം. അത് ശരിക്കും മനസ്സിലാക്കുക. മനസ്സിലാക്കി
അഹങ്കാരത്തുന്ന പാട് ഉപേക്ഷിക്കുന്ന നല്ല അനുഭവം യേശുവേ, യേശുവേ, അങ്ങയുടെ തിരുക്കുരിശിനാൽ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. തിരുക്കുരിശിനാൽ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. തിരുക്കുരിശിനാൽ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. യേശുവേ സ്തോത്രം, സ്തോത്രം. സർവപരിശുദ്ധനെ നിനക്ക് ആരാധന. അപ്പാ പിതാവേ, നിനക്കർപ്പിക്കുന്ന ധൂപാർച്ചനയിലൂടെ ആബേലിന്റെ ധൂപാർച്ചന പോലെ, കാഴ്ചാർപ്പണം പോലെ എല്ലാം ഇന്ന് ഈ ജനത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഈ ധൂപാർച്ചന സ്വീകരിക്കണമേ കർത്താവേ. നിനക്ക് ആരാധന. അപ്പാ പിതാവേ ആരാധന. ഞങ്ങളുടെ കുടുംബത്തെ ശുദ്ധീകരിക്കണമേ. അപ്പാ പിതാവേ ആരാധന. ഞങ്ങളുടെ കുടുംബത്തെ നവീകരിക്കണമേ. അപ്പാ പിതാവേ ആരാധന. ഞങ്ങളുടെ കുടുംബത്തിന് മാപ്പ് നൽകണമേ. അപ്പാ പിതാവേ ആരാധന. ഞങ്ങളുടെ കുടുംബത്തോട് ക്ഷമിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഈശ്വരാധന, പുത്രനിലൂടെ പിതാവായ ദൈവത്തിന് ധൂപാർച്ചന ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ഇതർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്റെ പരിമളം കൊണ്ട് നിറയുവാൻ പിതാവായ ദൈവമേ നിന്നെ ആരാധിക്കുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഭവനത്തില്, ഞങ്ങളുടെ കുടുംബത്തില് നിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടുവാൻ നീ കരുണ കാട്ടണമേ കർത്താവേ. നിനക്കാരാധന. ഞങ്ങളുടെ ചെറു ചെറു തെറ്റുകളായിരുന്നാലും വലിയ തെറ്റുകളായിരുന്നാലും ഇന്ന് ഞങ്ങള് പുതിയ മനുഷ്യരാക്കി കുടുംബത്തില് നല്ല കുടുംബമായി ഇന്ന് ജനിപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കണമേ. ദൈവമേ നിനക്കാരാധന. എന്റെ കർത്താവേ നിനക്കാരാധന. ആരാധന. ദൈവമേ ആരാധന. അപ്പാ പിതാവേ ആരാധന. അപ്പാ പിതാവേ ആരാധന. പിതാവേ ആരാധന. യേശുവേ സ്തുതി. കല്ല് പോലുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളെ ധൂളിയാക്കി നിനക്ക് ധൂപാർച്ചന ചെയ്യുന്ന മുദ്രിക്കം പോലെ പരിമളമുണ്ടാകട്ടെ. കുടുംബത്തെ നവീകരിക്കണമേ. കുടുംബത്തെ ശുദ്ധീകരിക്കണമേ. എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്ന് അപ്പാ പിതാവേ ഞങ്ങളെ വീണ്ടെടുക്കണമേ. വീണ്ടെടുക്കണമേ. കാരുണ്യവനായ ദൈവമേ, പരമപരിശുദ്ധനായ യേശുവേ, നിനക്ക് സ്തുതി സ്തോത്രം എന്നും ഉണ്ടായിരിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യേശുവേ, അങ്ങ് എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്നതിന് കുന്തിരിക്ക് ഉപയോഗിച്ചു. കാരുണ്യവനായ ദൈവമേ, അന്ന് അസലേബസിന് വേണ്ടി അങ്ങ് ഒരു ആടിനെ അങ്ങ് അർപ്പിച്ചു. കാരണം ആട് സഹിക്കുന്ന വേദന മക്കൾ ജനം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലോട്ട് തിരിച്ചു വരാൻ പരിശുദ്ധനായ ദൈവമേ, ചില മാതൃകൾ നീ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചില മാതൃകൾ നീ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ മാതൃകകളിൽ ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഞങ്ങൾ നിന്നിലോട്ട് തിരിച്ചു വരാൻ കനിയടവേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനെയും വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മക്കൾ ചെയ്ത തെറ്റ്, ഞങ്ങളുടെ അപ്പൻ ചെയ്ത തെറ്റ്, ഞങ്ങളുടെ മാതാവ് ചെയ്ത തെറ്റ്, ഞങ്ങളുടെ സഹോദരങ്ങൾ ചെയ്ത തെറ്റ്, ഞാൻ ചെയ്ത തെറ്റ്, ഇതെല്ലാം ഓരോന്നായി ഓർത്തുകൊണ്ട് പുത്രന്റെ തിരുക്കുരിശിലൂടെ സമർപ്പിക്കുക പിതാവിന്. പുത്രന്റെ തിരുക്കുരിശിലൂടെ സമർപ്പിക്കുക രക്ഷയ്ക്ക്. പുത്രന്റെ തിരുക്കുരിശിലൂടെ സമർപ്പിക്കുക വിശുദ്ധീകരണത്തിന്. ഹല്ലേലൂയ കർത്താവേ സ്തുതി. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഓരോ പാപങ്ങളും കഴുകപ്പെടണമേ. എല്ലാ പാപങ്ങളും കഴുകപ്പെടുന്നതിലേക്ക് ഞങ്ങൾ ജയിച്ചു പോകും കർത്താവേ. എല്ലാ പാപങ്ങളും ഇന്ന് കഴുകപ്പെടണമേ. കഴുകപ്പെടണമേ. നിനക്ക് സ്തുതി സ്തോത്രം. നിനക്ക് സ്തുതി സ്തോത്രം. സ്തോത്രം. കഴുകപ്പെടണമേ. രക്തത്താൽ ഞങ്ങളുടെ കളങ്കങ്ങളെല്ലാം നീ കഴുകണമേ. യേശുവേ ആരാധന. ഞങ്ങൾക്ക് രക്ഷകനായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യേശുവേ ആരാധന. നമുക്ക് ജീവനായി ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന യേശുവേ ആരാധന. പാപങ്ങളെല്ലാം ഓർത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാപ്പിരക്ക്. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാപ്പിരക്ക്. നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി മാപ്പിരക്ക്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാപ്പിരക്ക്. ഒരു തെറ്റുമീ ഉണ്ടാകരുതെന്ന് പറ.
യേശുവേ സ്തോത്രം. ഒരു തെറ്റും ബാലൻസ് ആയി നിൽക്കരുത് കർത്താവേ. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു യേശുവേ, ആരാധിക്കുന്നു. ഞങ്ങൾ ധൂപാർച്ചന ചെയ്തു എന്റെ മുന്നേ കർത്താവേ. ഞങ്ങൾ ധൂപാർച്ചന സ്വീകരിക്കണമേ. പുത്രനായ യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുക, ഞങ്ങളുടെ രോഗങ്ങളെ തൊട്ട് മാറ്റുക, ഞങ്ങൾക്ക് ആശ്വാസമായി തരാൻ, ഞങ്ങൾക്ക് തന്നെ ഭക്ഷിക്കുവാൻ നീ തന്നെ സ്വന്തം ശരീരത്തെ മന്നയായി തന്ന യേശുവേ, അങ്ങേക്ക് ആരാധന, ആരാധന. യേശുവേ, അങ്ങയുടെ തിരുശരീരത്താൽ ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരീകരണം നടത്തപ്പെടുവാൻ കഴിയണമേ. യേശുവേ ആരാധന. ഞങ്ങളുടെ ചിന്തയിൽ വന്ന എല്ലാ തഴക്കദോഷങ്ങളും നിന്റെ പരിശുദ്ധമായ തിരുമുള്ളിനാൽ എല്ലാം എടുത്തു മാറ്റുവാൻ കഴിയണമേ. ബുദ്ധിക്ക് വന്ന അഹങ്കാരവും ബുദ്ധിക്ക് വന്ന തെറ്റുകളും യേശുവേ, ഞങ്ങളുടെ മനസ്സിൽ വന്ന അഹങ്കാരവും തെറ്റുകളും എല്ലാം അങ്ങയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ട മുറിവിൽ നിന്ന് രക്തവും വെള്ളവും വന്ന ആ വെള്ളവും രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങൾ കഴുകണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ കൈകളാൽ ചെയ്തു പോയ പാപങ്ങള് നീ സഹിക്കണമേ, ക്ഷമിക്കണമേ. ഈ കൈകളെയും നീ വിശുദ്ധീകരിക്കണമേ കർത്താവേ. നിനക്ക് ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, പരിശുദ്ധനെ സ്തോത്രം, എന്റെ കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ഞങ്ങൾക്ക് വെളിവ് തരണമേ. പഠിച്ചിട്ടും പഠിക്കാനാവുന്നില്ല യേശുവേ, ഒരു ജോലിയും കിട്ടുന്നില്ല. ഇന്റർവ്യൂവിന് പോകുമ്പോൾ തോറ്റുപോകുന്നു യേശുവേ. ഇന്ന് തന്നെ ഒരു നല്ല ജോലി അപേക്ഷ കൊടുക്കുമ്പോ ആ സാധിച്ചു തരുവാനുള്ള ബുദ്ധി എനിക്ക് നൽകണമേ. പഠിച്ചു വളരാനുള്ള ബുദ്ധി എനിക്ക് തരണമേ. പഠിത്തത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാ ശക്തികളെയും പരിശുദ്ധാത്മാവേ നീ തകർത്തുകൊണ്ട് ഞങ്ങൾക്ക് വെളിവ് തരണമേ, വിജ്ഞാനം തരണമേ, പ്രകാശം നൽകണമേ. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ ആരാധന. എന്റെ കർത്താവേ, നിനക്ക് സ്തുതി സ്തോത്രം. എന്റെ ദൈവമേ, നിനക്ക് സ്തുതി സ്തോത്രം. പരിശുദ്ധനെ, നിനക്ക് സ്തുതി സ്തോത്രം. എന്റെ കർത്താവേ, നിനക്ക് ആരാധന, 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 നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ വെളിവ് നിറഞ്ഞവനെ ഞങ്ങൾക്ക് വെളിവ് നൽകണമേ, ഞങ്ങൾക്ക് വിജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ. പരിശുദ്ധാത്മാവേ ആരാധന. കുടുംബത്തിൽ വിവേകവും വിജ്ഞാനവും ക്ഷമയും സഹനവും പരിശുദ്ധാത്മാവേ ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ. കുടുംബത്തിനകത്ത് കൂട്ടായ പ്രാർത്ഥനയിലൂടെ കൂട്ടായ സ്നേഹത്തെ പ്രോജ്വലിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ജീവച്ഛവങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, നിനക്ക് ആരാധന, 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 ആരാധന. അന്ധകാരത്തിൽ ആണ്ടുപോയ അജ്ഞതയിൽ ജീവിക്കുന്ന പലപ്പോഴും അജ്ഞതയാൽ ഞങ്ങൾ താഴെ വീണിട്ടുണ്ട്, അജ്ഞതയാൽ ഞങ്ങൾ വേദനിച്ചിട്ടുണ്ട്. യേശുവേ, ആ വേദനയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് വീണ്ടെടുപ്പാൻ കനിയണമേ. എന്റെ പൊന്നുകർത്താവേ, അങ്ങ് കരിയണമേ, അങ്ങ് ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ, വെളിവ് നൽകണമേ പരിശുദ്ധാത്മാവേ. നിന്റെ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കണമേ. യേശുവേ, മനസ്സ് തിരിഞ്ഞിരിക്കുന്ന അനേകം ആളുകൾ കുടുംബത്തിലുണ്ട്, അവര് നേരായ മാർഗത്തിലുണ്ട്. പരിശുദ്ധാത്മാവേ, വെളിവ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരണമേ, തിരിച്ചു കൊണ്ടുവരണമേ, തിരിച്ചു കൊണ്ടുവരണമേ, തിരിച്ചു കൊണ്ടുവരണമേ. പരിശുദ്ധാത്മാവേ ആരാധന.